പത്തനംതിട്ട തിരുവല്ലയിൽ കനത്ത മഴ. ചാത്തങ്കരി ഉൾപ്പെടെ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളമിറങ്ങില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം തിരുവല്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും. വിജിൻ വായാന്തോട് തിരുവല്ലയിൽ നിന്ന് ചേരുകയാണ്. വിജിൻ, നിലവിൽ എന്താണ് തിരുവല്ലയിലെ അവസ്ഥ? തിരുവല്ലയിൽ ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കുറച്ചുനേരം മഴയില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അല്പസമയം മുമ്പ് ശക്തമായ മഴ തന്നെയാണ് തിരുവല്ലയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇടവിട്ട് പെയ്യുന്നുണ്ട്. നേരത്തെ മണിമലയാറിലെയൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തിയതുമായി ബന്ധപ്പെട്ട ഈ വെള്ളക്കെട്ട് മാറുന്ന സാഹചര്യമില്ല. നിലവിൽ ഇപ്പോഴും വെള്ളക്കെട്ട് അതുപോലെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. ആ ശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്നിപ്പോൾ പറയാം. പക്ഷേ അതിങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രധാന പ്രതിസന്ധി. പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്ഥലമാണ് നിലവിൽ ഈ തിരുവല്ല എന്ന് പറയുന്നത്. നിലവിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശനത്തിൽ എത്തുന്ന സെന്റ് തോമസ് സ്കൂളിലാണ് ഉള്ളത്. ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി ഏകദേശം 3 മണി കഴിയുന്നതോടുകൂടി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ മറ്റ് സജ്ജീകരണങ്ങൾ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ കഴിഞ്ഞ 2-3 ദിവസമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെയുണ്ട്. ആളുകൾ ഒക്കെ ഉണ്ട്. നിലവിൽ മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളുമൊക്കെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ദുരിതാശ്വാസ ക്യാമ്പിന് ആവശ്യമായ അധികം നേരത്തെയൊക്കെ രാവിലെയൊക്കെ തിരുവല്ലയിലെ ചില ദൃശ്യങ്ങൾ കണ്ടതാണ്. സ്കൂളുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വലിയ തരത്തിലുള്ള വെള്ളം കയറുകയും പിന്നീട് അവർക്ക് ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി അവിടെ നിന്ന് മറ്റൊരിടത്തേക്കൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയാം. കണ്ടാൽ തന്നെ അറിയാം. വെള്ളം കയറിയിട്ടില്ല. മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആരോഗ്യ പ്രവർത്തകരുണ്ട്. അത് നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ ഇവിടെ എത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നവർക്കുള്ള ആരോഗ്യ സുരക്ഷ ഉൾപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം വരും. പക്ഷേ നേരത്തെ നമ്മൾ ഈ ആറന്മുളയിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ദുരിതമാണ് തിരുവല്ലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയിലൊക്കെ ആദ്യഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പക്ഷേ തിരുവല്ലയിൽ എത്തുമ്പോൾ അത് ഈ മണിമലയാറിലും ഒപ്പം തന്നെ പമ്പയാറിലും ഒക്കെ വെള്ളം നിറയുന്ന ഘട്ടത്തിലാണ്. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ തിരുവല്ലയിലേക്ക് വലിയ തരത്തിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് വരികയും അത് നഗരത്തിലും ഒപ്പം തന്നെ നഗരത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപകമാവുകയും ചെയ്യുന്നത്. അത് ഇന്നലെ വൈകുന്നേരം വന്ന ഘട്ടത്തിൽ തന്നെ പല പ്രദേശങ്ങളും വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ ചെങ്ങന്നൂരിലേക്ക് പോകുന്ന MC റോഡ് ഇപ്പോഴും പൂർണ്ണമായും അതിൽ വാഹന ഗതാഗതം ഒരു നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല വഴികളിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം നിറഞ്ഞതിന്റെ ഭാഗമായി ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ മണിമലയാറിലെയും ഒപ്പം തന്നെ പമ്പയാറിലെയും ഒക്കെ വെള്ളം വന്ന് നിറയുന്നതിന് ഒപ്പം മഴ കൂടി ശക്തമാകുന്നത് തിരുവല്ലയിൽ വലിയ ആശങ്കയാണ് നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ശക്തമായ മഴ കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തി ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അല്പസമയത്തിനകം എന്തായാലും സന്ദർശിക്കുകയും ചെയ്യും. ഈ ജലനിരപ്പിനൊക്കെ ഒരു അവസ്ഥ എന്താണ് വിജിൻ? വെള്ളം കയറിയ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയോ? വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അങ്ങനെയൊന്നും ആയിട്ടില്ല വിൻഷ. അങ്ങനെ പെട്ടെന്ന് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നിലവിൽ തിരുവല്ല ഉള്ളത്. വെള്ളത്തിന്റെ ഒഴുക്ക് തീരെ കുറഞ്ഞിട്ടുമില്ല. വെള്ളം വന്ന് നിറയുന്നതും കുറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയുടെ 2 പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന് ഈ മണിമലയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് ആ മണിമലയാർ കവിഞ്ഞൊഴുകുമ്പോൾ നേരെ തിരുവല്ല ഭാഗത്തേക്ക് വരുന്നു. അവിടെ നിന്ന് തിരുവല്ലയിലേക്ക് എത്തുന്ന വെള്ളം അത് ഒഴുകിപ്പോകണമെങ്കിൽ പമ്പയാറിൽ നിന്ന് തൊട്ടപ്പുറത്ത പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകണം. അവിടെ ജലനിരപ്പ് കുറയണം. പക്ഷേ ഇത് രണ്ടും നിലവിൽ സംഭവിച്ചിട്ടില്ല. മഴയ്ക്ക് കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ശക്തമായ മഴയൊന്നും പെയ്യുന്നില്ലെങ്കിലും പക്ഷേ സംഭവിക്കുന്നത് ഈ 2 ആറുകളിലും വലിയ തരത്തിലുള്ള ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം വന്ന് എത്തിച്ചേരുന്നത് അത് തിരുവല്ലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ തിരുവല്ല നഗരത്തിനോട് ചേർന്ന പ്രദേശങ്ങളാണ്. നഗരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ്, വെള്ളം നിറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലാണ്. അതിനൊപ്പം നഗരപ്രദേശങ്ങളിൽ താഴ്ചയുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ തരത്തിൽ വെള്ളം വന്നെത്തുന്നു.
വീടുകൾ പകുതി മുക്കാലും നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവരെല്ലാം താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് മാറി താമസിക്കുകയും ഒപ്പം തന്നെ തിരുവല്ല നഗരത്തിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ ഹോട്ടൽ റൂമുകൾ എടുത്ത് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനപ്പുറം സാധാരണക്കാർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുന്നു. അവിടെ കൂടുതൽ പേർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനും മറ്റ് അവശ്യ മരുന്നുകൾക്കൊന്നും എന്തായാലും തിരുവല്ലയിൽ വലിയ ക്ഷാമമില്ല എന്ന് പറയാം. കാരണം നമ്മൾ ഇത്രയും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സംസാരിച്ച ആളുകൾ ആരും അങ്ങനെ ഒരു ക്ഷാമത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ, തിരുവല്ല നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ തന്നെ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വെള്ളം നിറയുന്നു. അതാണ് നമ്മൾ നേരത്തെ വാർത്ത നൽകിയത്. ഒരു സ്കൂളിൽ, നഗരത്തോട് ചേർന്ന സ്കൂളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ വെള്ളം നിറയുകയും അവർക്ക് മറ്റ് സംവിധാനങ്ങൾ, ഈ ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ആ സ്കൂളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഏകദേശം 400ഓളം വരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ള ആ ക്യാമ്പാണ് പൂർണ്ണമായും KSRTC ബസ്സും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, വാഹനങ്ങൾ ഒക്കെ എത്തിച്ച് അവരെ തൊട്ടടുത്ത പ്രദേശത്തേക്ക് എത്തിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇപ്പോഴും മഴ പെയ്യുന്നു. ഒപ്പം തന്നെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അത് തീരെ കുറഞ്ഞിട്ടില്ല. രാവിലെയൊക്കെ ചെറുതായി കുറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മാറി ആളുകളെ വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പിന്നീട് 1-2 ഉന്നതികൾ ഉൾപ്പെടെ നിലവിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. അവരെയൊക്കെ മറ്റു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെങ്കിലും പക്ഷേ പിന്നീട് ഈ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോലും സാധാരണ വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കൊണ്ടാണ് അവിടത്തേക്ക് ഭക്ഷണവും ഒക്കെ എത്തിച്ചത്. പക്ഷേ അവരെ ഇപ്പോൾ പൂർണ്ണമായും മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ മറ്റ് നഗരത്തിലേക്കുള്ള ചില ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ മാറ്റാനാണ് നിലവിൽ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാലത്തും വലിയ തരത്തിലുള്ള ദുരിതങ്ങൾ പേറുന്ന ഒരു നഗരമായി മാറുകയാണ്. കാരണം 2018-ലെയും 19-ലെയും ഒക്കെ പ്രളയത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2026-ലും അതുപോലെ തന്നെയുള്ള കാഴ്ചയാണ് കാണുന്നത്. അവർക്ക് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ വായാന്തോട് നൽകി വരികയായിരുന്നു വിവരങ്ങൾ. തിരുവല്ലയിൽ നിന്നാണ് വിജിൻ വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശനത്തിനെത്തും.